ഇന്നത്തെ രാത്രി സന്ദേശം എന്ന രീതിയിൽ ഞാൻ വളരെ പണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആവർത്തിക്കുകയാണ്. അത് ഇന്ന് വളരെ വളരെ പ്രസക്തമായതുകൊണ്ട് ആവർത്തിക്കുകയാണ്. ഞാൻ നിരന്തരം അമേരിക്കയിലേക്ക് പ്രഭാഷണത്തിന് പോവാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറേ അധികം ടൈം വേസ്റ്റ് ആവുന്നത് കൊണ്ടും അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഇല്ല. വാട്സപ്പും ബാക്കിയുള്ളതൊക്കെ നല്ല രീതിയിൽ പ്രചരിക്കുന്നത് കൊണ്ടും പോയി ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് ടെലിഫോണിലൂടെ എടുക്കാറുമുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ട് കുറേ സമയവും സമ്പത്തും ഒന്നും ചെലവഴിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്ക് അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് അവിടെയുള്ള ഹിന്ദുക്കളല്ല, ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സായിരുന്നു. ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഭാരതത്തെക്കുറിച്ച് അതിൽ റിലീജിയൻ, എക്കണോമിക്സ് എല്ലാം പെടണമെന്ന് പറഞ്ഞിരുന്നു. ഓൾ ഇന്ത്യ ഗ്രൂപ്പ് ആണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്. അതിൻ്റെ ടോപ്പിലിരിക്കുന്നത് പഞ്ചാബിലുള്ള ഒരു ഡോക്ടർ, ലേഡി ഡോക്ടറാണ്, വളരെ ആക്റ്റീവായിട്ടുള്ള ഡോക്ടറാണ്. പക്ഷേ ഇതൊക്കെ സംഘടിപ്പിച്ചതിന് പുറകിൽ രാജീവ് ചള്ളിയിൽ എന്ന് പറഞ്ഞ, രാജീവ് എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ, അദ്ദേഹമാണ് വളരെ ആക്റ്റീവായിട്ട്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും ഒക്കെയാണ് ഈ വലിയ പരിപാടി ആവിഷ്കരിച്ചതിൽ പുറകിൽ പ്രവർത്തിച്ചത്. ഞാൻ അവരോട് നേരത്തെ തന്നെ പറഞ്ഞു, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഭാരതം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ മതത്തിൻ്റേതുണ്ട്, എക്കണോമിക്സിൻ്റേതുണ്ട്, സോഷ്യലുണ്ട്, സൈക്കോളജിക്കലുണ്ട്, മെൻ്റലുണ്ട്, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും വരും. അപ്പോൾ ഭാരതത്തിൽ നടക്കുന്ന മതപരിവർത്തനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഞാൻ പറയും. അവർ പറഞ്ഞു, ധൈര്യമായിട്ട് പറയാം, ഒരു കുഴപ്പമില്ല, ഇവിടെ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇത് അമേരിക്കയാണ്, ഒരു സ്വാതന്ത്ര്യ കുറവുമില്ല അവർ. ഞാൻ ചോദിച്ചു, എങ്ങനെയാ പ്രൊസീജിയർ? നിങ്ങൾ 1 മണിക്കൂർ സംസാരിക്കും, അത് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കാവുന്നവർക്ക് ചോദിക്കാം, മൈക്ക് അവരുടെ കൈ കൊടുക്കും. ഞാൻ പറഞ്ഞു, മൈക്ക് അവരുടെ കൈ കൊടുക്കല്ലേ, ഇതിനകത്ത് ഒരു കേരള ക്രിസ്ത്യാനി ഉണ്ടാവും. ആ കേരള ക്രിസ്ത്യാനി ഞാൻ പറഞ്ഞ കാര്യങ്ങളെ അതിനിശിതമായിട്ട്, വക്രമായിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അല്ലെങ്കിൽ എതിർത്ത് അയാൾ സംസാരിക്കും. അയാളുടെ കയ്യിൽ മൈക്ക് കിട്ടും, അയാൾ മൈക്ക് നിങ്ങൾക്ക് തിരിച്ചു തരില്ല, അത് ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഈ പഞ്ചാബി ഡോക്ടർ ഹിന്ദുവാണ്. അവർ പറഞ്ഞു, ദിസ് ഈസ് അമേരിക്ക, ദിസ് ഈസ് നോട്ട് ഇന്ത്യ, സോ വി ഹാവ് ഗോട്ട് ഫ്രീഡം ടു എക്സ്പ്രസ് എനിത്തിങ്, സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഡോണ്ട് തിങ്ക് ദാറ്റ് വെൻ ദ മൈക്ക് ഷുഡ് നോട്ട് ബി സർക്കുലേറ്റഡ് ആൻഡ് അതർ തിങ് ദാറ്റ് വി വിൽ ഡു. മൈക്ക് സർക്കുലേറ്റ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഇത് അമേരിക്കയാണ്, ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞു, ഹിന്ദുസ് എത്രയൊക്കെ കഴിഞ്ഞാലും ഒന്നും പഠിക്കില്ല. ഞാൻ ഉറപ്പ് പറയുന്നു, എനിക്ക് പറയേണ്ടത് സിമ്പിൾ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, ഒരു കേരള ക്രിസ്ത്യാനിയെ അതിന് വേണ്ടി ഇവിടേക്ക് അയച്ചിട്ടുണ്ടാവും, ഇതിനെ തകർക്കാനായിട്ട്. അത് അയാളുടെ ധർമ്മദൗത്യം മാതിരി ആൾ ചെയ്യും എന്ന് പറഞ്ഞു. ശരിക്കും ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു. എല്ലാവർക്കും സ്നാക്സൊക്കെ കൊടുത്തിരുന്നു. അത് ധാരാളം വ്യക്തികൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് പ്രഭാഷണം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞപ്പോൾ എബ്രഹാം എന്ന് പറയുന്ന ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അയാൾ മൈക്കെടുത്ത്, ഗോപാലകൃഷ്ണൻ ഇവിടെയുള്ള ഇന്ത്യക്കാരെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാനും നശിപ്പിക്കാനും അമേരിക്കക്കാരുടെ മുമ്പിൽ ഇന്ത്യയെ അടിച്ച് തകർക്കാനുമായിട്ടാണ് ഇവിടെ വന്ന് ഇത്രയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു. അയാൾ മൈക്ക് തിരിച്ചു കൊടുത്തുമില്ല. കുറേ കഴിഞ്ഞപ്പോൾ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. ആ പഞ്ചാബി ഡോക്ടർ ഇത് കണ്ട ഉടനെ തന്നെ അവർ മുങ്ങി. അവസാനം ശരിക്ക് ധന്യമായിട്ട്, അത്യുജ്വലമായിട്ട് 1800-2000 പേര് പങ്കെടുത്ത ആ പരിപാടിയെ എബ്രഹാം എന്ന കേരളത്തിലെ ക്രിസ്ത്യാനി തകർത്ത് തരിപ്പണമാക്കിയെന്ന് എന്താ പറയുക, വേദനയോടുകൂടി പറഞ്ഞത് ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രഫിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അയാൾ ആ യൂണിവേഴ്സിറ്റിയായിട്ട് ഒരു ബന്ധമില്ല. അയാൾ ഏതോ മുട്ടക്കച്ചവടക്കാരനോ മറ്റോ ആണ്. അയാൾ ആ യൂണിവേഴ്സിറ്റിയായിട്ട് ഇതിനു വേണ്ടി മാത്രം അയാളെ പള്ളിയിൽ നിന്ന് അയച്ച്, കറക്റ്റ് ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കും എന്ന് ഹിന്ദുക്കൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല. ആ അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു സംഭവം ഒരിക്കലേ നടന്നിട്ടുള്ളൂ. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, മൈക്ക് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്താൽ അത് ധാർമ്മിക ബോധവും മൂല്യവും ഉള്ളവൻ്റെ കയ്യിൽ കൊടുത്താൽ കുഴപ്പമില്ല. ഈ കേരള ക്രിസ്ത്യൻസിൽ ഒരു വിഭാഗം ഹൈന്ദവർ ചെയ്യുന്നതും പറയുന്നതും തകർക്കാൻ വേണ്ടി മാത്രം 1.5 മണിക്കൂർ പ്രഭാഷണത്തെ അയാൾക്ക് 1.5-2 മിനിറ്റ് കൊണ്ട് തകർക്കാൻ സാധിച്ച അനുഭവം ഇന്ന് രാത്രി സന്ദേശമായിട്ട് നിങ്ങൾ അറിയണം. ഇത് ഞാൻ പണ്ട് നടന്നത് നിങ്ങളോട് പറയല്ല. ഇപ്പോഴും കേരള ക്രിസ്ത്യൻസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
എല്ലാവരും ഒന്നും അല്ല കേട്ടോ, ഒരു ചെറിയ വിഭാഗം മതിയല്ലോ, ഒരാള് മതിയല്ലോ ഒരു വലിയ സെമിനാറിനെ തകർക്കാൻ. കാരണം അവൻ കയ്യിൽ മൈക്ക് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യില്ല ജനറലി ആരും. ആ മൈക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ അത് മുഴുവനും തകർത്ത് 1.5 മണിക്കൂർ കൊണ്ട് നടത്തിയ ആ ഉജ്ജ്വലമായിട്ടുള്ള പ്രഭാഷണം. മതപരിവർത്തനം ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള സത്യം അതെങ്ങനെയാണെന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിദേശ മണ്ണിൽ പോയിട്ട് ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിട്ടില്ല, കുറ്റപ്പെടുത്തുകയും ചെയ്യാറില്ല. ഇവിടെ നടക്കുന്ന കൺവേർഷനെ കുറിച്ചിട്ട് മറ്റു പ്രോബ്ലത്തെക്കുറിച്ച് പറയുന്നത് പോലെ പറഞ്ഞതാണ്. അയാൾക്ക് ഇഷ്ടപ്പെടാതെ വന്നത്. ഇനിയെങ്കിലും ഹിന്ദുക്കൾ ഇത് പഠിക്കും എന്ന് വിചാരിക്കുന്നു. പൊതുപരിപാടികളിൽ കേരളത്തിലെ ക്രിസ്ത്യൻസ് ഉണ്ടാവും. അവര് ഇത് കൃത്യമായിട്ട് തകർക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയാം. കള്ളന് ഏത് വഴി കൂടെ വേണമെങ്കിലും ഓടാം. പോലീസുകാരന് കള്ളന്റെ പുറകെ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. കള്ളൻ ഏത് വഴി കൂടെ വേണമെങ്കിലും ഓടാം. പോലീസുകാരന് കള്ളന്റെ പുറകെ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. പോലീസുകാരൻ കള്ളന്റെ പുറകെ ഓടില്ല. അയാൾക്കറിയാം കള്ളൻ ഏത് വഴി കൂടെ വേണമെങ്കിലും ഓടും എന്ന്. അതുകൊണ്ട് ഹിന്ദുക്കൾ ഇനിയെങ്കിലും ഇത് തിരിച്ചറിയണമെന്ന് രാത്രി സന്ദേശത്തിലൂടെ പറയുന്നു. പ്രണാമം.